ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ ആയിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിനെ ചിന്തിക്കുമ്പോൾ. കാരണം ഞാൻ 2 ദിവസം മുമ്പാണ് ഇങ്ങനെ 20-ാം തീയതി ധ്യാനം തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് ആഗ്രഹിച്ചിരുന്നതാണ്. എങ്കിലും എനിക്ക് പറ്റുമോ എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ ഇവിടെ അധികം പേര് ബുക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി. എങ്കിലും ഞാൻ പോരണ ദിവസം തലേ ദിവസം പോലും ഞാനൊരു പുതിയ കോൺവെൻറ്റിൽ ചെന്നിട്ട് 3 ആഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ സുപ്പീരിയർ പറഞ്ഞു, ഇപ്പോൾ പോകണോ, അടുത്ത ധ്യാനത്തിന് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ നേരം കുർബാന കണ്ടു, ഉടനെ ബാഗ് ഒക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് പോന്നു. കാരണം ഇത് ദൈവഹിതമാണെന്ന് എനിക്ക് ബോധ്യമില്ലായിരുന്നു. ഇവിടെ വന്നത് ഒരു വലിയ അനുഗ്രഹമായി എന്നെനിക്ക് ഇപ്പോൾ പറയാൻ പറ്റും. കാരണം കർമ്മലീത്ത ആധ്യാത്മികതയിൽ കോണ്ടംപ്ലേഷനിൽ വളരണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുകയും, അതുപോലെ ഞങ്ങൾക്കുള്ളത് രാവിലെയും വൈകുന്നേരവും ഞങ്ങൾക്ക് 1 മണിക്കൂർ മാനസിക പ്രാർത്ഥനയ്ക്ക് സമയമുണ്ട്. അങ്ങനെയുള്ള സമയം, പിന്നെ അതുപോലെ പ്രണിധാനത്തിൽ വളർത്താൻ അമ്മ തെരേസയുടെ ആധ്യാത്മികതകൾ ഞങ്ങൾ പഠിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്. അപ്പം ഞാനിതിലൊക്കെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴൊക്കെയും അനുഭവങ്ങൾ കുറേയുണ്ട്. എങ്കിലും ബ്രദർ തോമസ് പോൾ ബ്രദറിൻ്റെ ധ്യാനം കൂടിയപ്പോൾ അതിങ്ങനെ അമ്മ തെരേസ ഓരോ സദനങ്ങളെക്കുറിച്ച് പറഞ്ഞത്, ഓരോ ദിവസവും പേഴ്സണൽ പ്രയറിന് ഇരിക്കുമ്പോൾ ഒരു സദനം കഴിഞ്ഞ മാതിരിയാണ്. അങ്ങനെ ഓരോ പുതിയ ഉള്ള അനുഭവം തന്നെ ഒരു ക്രമീകരണത്തിലേക്ക് വന്നിട്ട് അതിങ്ങനെ ഇന്ന സദനം കഴിഞ്ഞു. അപ്പോൾ ഇത് പഠിച്ചിട്ടുണ്ട്, അത് അനുഭവത്തിലേക്ക് വന്നെങ്കിൽ അതൊരു വലിയൊരു വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ അനുഭവപ്പെട്ടു. ഞാൻ പിന്നെ ആഗ്രഹിക്കാറുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ഹൃദയത്തിലെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അനുഭവം അനുഭവിക്കുമ്പോൾ ഇത് ലോകം മുഴുവനുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിലുണ്ടല്ലോ, എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും ഹൃദയങ്ങളിലുണ്ട്. എല്ലാവരും ഇത് അനുഭവിച്ചെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ ബ്രദറിനെ അതിന് ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞാൻ വളരെയേറെ സന്തോഷിക്കുകയാണ്. ദൈവം ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യരെയും ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവം ആഗ്രഹിക്കുന്ന ആ വിസ്മയ ലോകം എത്രയും വേഗം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണെന്നും കൂടി പറയുന്നു. അതുപോലെ വചനം വായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അത്ര ത്യാഗമെടുത്ത ഒത്തിരി സമയം അത് പഠിക്കണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പോൾ വചനം വായിക്കാൻ തുറന്ന ഭയങ്കര എന്താ പറയുക, ഒരു വചനത്തെ തന്നെ വായിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ആഴത്തിലേക്ക് ചൂഴ്ന്നിറങ്ങി പോകുന്നൊരു അനുഭവമാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഓരോ വചനത്തിൻ്റെ വചനങ്ങളിലും ഉണ്ട് എന്നുള്ളൊരു ആഴമായ ബോധ്യം എനിക്ക് കിട്ടി. പിന്നെ അതുപോലെ വിശ്വാസത്തെക്കുറിച്ചും സഹനത്തെക്കുറിച്ചും ആഴമായ ബോധ്യങ്ങൾ ലഭിക്കുകയുണ്ടായി. പിന്നെ പ്രത്യേകിച്ച് സുവിശേഷത്തെക്കുറിച്ച് ഈശോയുടെ ഇവിടെ കാസറ്റുകളൊക്കെ കാണിച്ചു. അത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു വരുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു, ഇങ്ങനെയൊക്കെ ലോകത്തിലേക്ക് കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ തെറ്റായ വഴികളിലൂടെയൊക്കെ കടന്നു പോകണമെന്ന് കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പ്രേക്ഷിതരെ ഒന്ന് പ്രചോദിപ്പിച്ചൊന്ന് ഉണർത്തണേ കർത്താവേ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചിരുന്നത് ഇപ്പോൾ ഇവരിലൂടെ സംഭവിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ വലിയ നിശ്ചയം തന്നെയാണെന്നുള്ള ആഴമായ ബോധ്യം കണ്ണുകൾ കൊണ്ട് തന്നെ കണ്ട് മനസ്സിലായി. അത് ഇനിയും വളരട്ടെ എന്നും അതുപോലെ 4 സുവിശേഷവും പൂർണ്ണമായിട്ടും ഇതുപോലെ തന്നെ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ദൈവം അത് ആഗ്രഹിക്കേണ്ടെന്ന് ഈ ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലിങ്ങനെ അനുഭവപ്പെട്ടു. അത് ബ്രദറിലൂടെ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ കയ്യിൽ ഒത്തിരി സമ്പത്തുണ്ട്. ആ സമ്പത്ത് ക്രമമായി സമയത്തിൻ്റെ കർത്താവ് പറയുന്ന സമയത്ത് കൃത്യമായും ബ്രദറിൻ്റെ കയ്യിൽ കിട്ടുമെന്നും അത് ദൈവം ഉപയോഗിക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. അതിനുള്ള എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി.